സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ക്യാമ്പസിനകത്തുള്ള മുസ്ലിം പള്ളി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് വാരണാസിയിലെ ഉദയ് പ്രതാപ് കോളേജിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് പ്രക്ഷുബ്ധാവസ്ഥ. ചൊവ്വാഴ്ച പള്ളിയിൽ നമസ്കാരം നടക്കുമ്പോൾ വിദ്യാർത്ഥികൾ ഹനുമാൻ ചാലിസ ചെല്ലുകയായിരുന്നു. തുടർന്നുണ്ടായ സംഘർഷത്തെ തുടർന്ന് 7 പേരെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ് പറഞ്ഞു. വെള്ളിയാഴ്ച നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ജയ് ശ്രീറാം വിളിച്ച് കാവി പതാക വീശി കോളേജ് ഗേറ്റിന് മുന്നിൽ തടിച്ചുകൂടി. ഇവർ ക്യാമ്പസിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞു. മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം വഖഫ് ബോർഡിൻ്റേതല്ലെങ്കിലും കെട്ടിടം അവിടെ നിന്ന് മാറ്റണമെന്ന് വിദ്യാർത്ഥി നേതാവ് വികേനന്ദ സിംഗ് പറഞ്ഞു. പള്ളിയിൽ നമസ്കാരം തുടർന്നാൽ ഹനുമാൻ ചാലിസ ചൊല്ലി വിദ്യാർത്ഥികൾ ഇനിയും പ്രതികരിക്കുമെന്നും സിംഗ് കൂട്ടിച്ചേർത്തു. തങ്ങളുടെ ആശങ്കകൾ അറിയാൻ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മുന്നോട്ട് വന്നതായും പ്രതിഷേധം അക്രമാസക്തമായെങ്കിലും പോലീസിന് കാര്യങ്ങൾ ശക്തമാക്കാൻ കഴിഞ്ഞുവെന്നും അസിസ്റ്റന്റ് കമ്മീഷണർ വിദുഷ് സക്സേന സ്ഥിരീകരിച്ചു. ചില അക്രമികളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നും അവർക്കെതിരെ ആവശ്യമായ നടപടിയെടുക്കുമെന്നും SP പറഞ്ഞു. സംഘർഷ സാഹചര്യത്തിൽ ക്യാമ്പസിലേക്ക് പുറത്തുനിന്നുള്ളവരുടെ പ്രവേശനം വ്യാഴാഴ്ച പോലീസ് നിയന്ത്രിച്ചിരുന്നു. തിരിച്ചറിയൽ കാർഡുള്ള വിദ്യാർത്ഥികളെ മാത്രം അകത്തു കടക്കാൻ അനുവദിച്ചു. കോളേജിലെ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി കോടതി രൂപീകരിക്കുകയും 15 ദിവസത്തിനകം പള്ളിയുടെ നിലയും അതിന്റെ ഉടമസ്ഥാവകാശവും സംബന്ധിച്ച് മറുപടി നൽകണമെന്നാവശ്യപ്പെട്ട് ഉത്തർപ്രദേശ് വഖഫ് ബോർഡിന് കത്തയക്കുകയും ചെയ്തു. പള്ളിയുടെ സ്ഥിതി പരിശോധിക്കാൻ ഉത്തർപ്രദേശ് സെൻട്രൽ വഖഫ് ബോർഡിന് ചൊവ്വാഴ്ച തന്നെ കത്തെഴുതിയതായി അജ്മാൻ ഉൻസാമിയ മസ്ജിദ് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് യാസീൻ പറഞ്ഞു.